വട്ടിയൂർക്കാവ് മണ്ണാമൂല ശങ്കർ ലൈനിൽ പ്ലാമ്പറമ്പിൽ സിയോൺ വീട്ടിലെ വീട്ടമ്മയോടൊപ്പം 3 മക്കളും 3000-ഓളം ഓർക്കിഡുകളുമുണ്ട്. ഡെൻഡ്രോബിയം, ഫെലനോപ്സിസ്, ബാസ്ക്കറ്റ് വാൻഡ തുടങ്ങിയ വിവിധ ഇനം ഓർക്കിഡുകളും 25ഓളം ഇനങ്ങൾ ബോഗൻവില്ലകളും ഇവിടെ വളർത്തി വരുന്നു. മക്കളെപ്പോലെ സ്നേഹിച്ചും ലാളിച്ചും ജെസ്സി വളർത്തുന്ന ഓർക്കിഡുകളെ ഇന്ന് നമുക്ക് കാണാം. വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് ഒഴിവു സമയത്ത് എന്തെങ്കിലും തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ള വീട്ടമ്മമാർ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അധിക വരുമാനം ഉണ്ടാക്കി തരുമെന്ന് പറയുന്ന ഈ തൊഴിലുകൾ ലാഭകരമായി ചെയ്യാൻ സാധിക്കുമോ എന്ന് ഇവർ ആശങ്കപ്പെടുന്നു. ഇത്തരം സ്വയം തൊഴിലുകൾ വിജയകരമായി ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു വീട്ടമ്മയെ നമുക്ക് പരിചയപ്പെടാം. പൂക്കളോടുള്ള ഇഷ്ടം നല്ലൊരു വരുമാന മാർഗമാക്കി മാറ്റിയ ജെസ്സി എന്ന ഈ വീട്ടമ്മ തിരുവനന്തപുരം നഗരത്തിലെ വട്ടിയൂർക്കാവിനടുത്തുള്ള ശങ്കർ ലൈനിലാണ് താമസിക്കുന്നത്. ഏതാണ്ട് 9 വർഷം ഭർത്താവിനോടൊത്ത് ഗൾഫിൽ ബിസിനസ് നടത്തിയിരുന്ന ജെസ്സി കുട്ടികളെ പഠിപ്പിക്കാനായി തിരുവനന്തപുരത്ത് താമസമാക്കിയപ്പോഴാണ് ചെറിയ തോതിൽ ഓർക്കിഡ് കൃഷി ചെയ്തു തുടങ്ങിയത്. ജെസ്സി എത്ര കാലമായി പൂക്കൃഷിയിലേക്ക് വന്നിട്ട്? ബിസിനസ്സായിട്ട് തുടങ്ങിയിട്ട് ഞാൻ 3 വർഷമായി. അതിനു മുന്നേ പൂക്കൃഷി എല്ലാ ചെടികളും ഓരോ സീസൺ അനുസരിച്ച് ആ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് അതിൻ്റെ ആ ട്രെൻഡ് അനുസരിച്ച് ഉള്ള ചെടികൾ, ഒരു ചെടി കിട്ടിയാൽ അതിൻ്റെ പല വെറൈറ്റി ഞാൻ കളക്ട് ചെയ്യുകയാണെന്നുള്ളതാണ് എൻ്റെ. പിന്നെ അങ്ങനെ ആയിരുന്നു ചെറുപ്പത്തിൽ തൊട്ടേ ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ ഓർക്കിഡ് കൃഷിയിലേക്ക് വന്നിട്ട് എത്ര കാലമായി? ഓർക്കിഡ് 3 വർഷമായി. 3 വർഷം മുന്നേ എന്തൊക്കെ പൂക്കൃഷിയാണ് ചെയ്തിരുന്നു? 3 വർഷത്തിന് മുമ്പ് തൊട്ട് മുമ്പ് ചെയ്തത് ഞാൻ ഇവിടെ ഈ വീട് വെച്ചിട്ട് വാങ്ങിച്ചിട്ട് 6 വർഷമായി. ചെമ്പരത്തിയോടായിരുന്നു എനിക്ക് ആ സമയത്തൊരു ക്രേസ്. അത് 85 വെറൈറ്റി ചെമ്പരത്തി ഞാൻ കളക്ട് ചെയ്തു. അത് 1 മാസത്തോളം എനിക്കൊരു അസുഖമായിട്ട് ഞാൻ കിടപ്പായിപ്പോയി. അപ്പോൾ ആ ചെടി അത്രയും അസുഖം വന്നു, അതങ്ങനെ പോയി. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റിട്ട് പിന്നെ തുടങ്ങിയതാണ് യൂഫോർബിയ. പിന്നെ ഒരു യൂഫോർബിയയുടെ ഇതായിരുന്നു. അപ്പോൾ യൂഫോർബിയ കളക്ട് ചെയ്ത് ഒത്തിരി യൂഫോർബിയ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഒത്തിരി വെറൈറ്റി. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഓർക്കിഡ്, പിന്നെ അഡീനിയത്തിൻ്റെ സിംഗിൾ പെറ്റൽ, പിന്നെ അത് ഡബിൾ പെറ്റൽ. ഇപ്പം ഡെൻഡ്രോബിയത്തിലാണ് മെയിൻ. ഡെൻഡ്രോബിയം, ഫെലനോപ്സിസ്, വാൻഡ, മൊക്കാറ തുടങ്ങിയ ധാരാളം ഓർക്കിഡ് വെറൈറ്റികൾ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇതിനുള്ള പരിചരണം വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ പൂക്കൾ യഥാസമയം ഉണ്ടാവുകയും അവ നല്ല വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുകയും ചെയ്യും. മേഡം 85 വെറൈറ്റിയോളം ചെമ്പരത്തി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ ചട്ടിയിലായിരുന്നു? ചട്ടിയിൽ, ടെറസിൽ ചട്ടിയിലും പിന്നെ സൈഡിൽ, വീടിൻ്റെ 2 സൈഡിലുമായിട്ട് നട്ടിരുന്നു. ചെമ്പരത്തിയൊക്കെ ചട്ടിയിൽ? വലിയ ചട്ടിക്കകത്ത്, സിമെന്റ് ചട്ടിക്കകത്ത്, വലിയ പ്ലാസ്റ്റിക് ചട്ടിക്കകത്ത് ഒക്കെ. അപ്പോൾ അതിൻ്റെ വേരുകളൊക്കെ ഒരുപാട് പോകുന്നില്ല, വലിയ മരം പോലെ? ഇല്ല, ഹൈബ്രിഡ് വെറൈറ്റി, അത് അത്ര വലിയ പൊക്കത്തിൽ വരത്തില്ല. അപ്പോൾ ചെമ്പരത്തി കഴിഞ്ഞതിന് ശേഷമാണ് യൂഫോർബിയയിലോട്ട് വന്നു. യൂഫോർബിയ കഴിഞ്ഞ് യൂഫോർബിയയുടെ കൂടെ തന്നെ ഡെൻഡ്രോബിയം, പിന്നെ ഓർക്കിഡിൻ്റെ ഒത്തിരി വെറൈറ്റി. ഫെലനോപ്സിസ് ഉണ്ട്, വാൻഡയുണ്ട്, മുക്കാറയുണ്ട്, വൺസീഡിയത്തിൻ്റെ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ഓർക്കിഡ് ഡെൻഡ്രോബിയം തന്നെയാണ്. മുന്നേ പറഞ്ഞ വെറൈറ്റീസ് എല്ലാം ഉണ്ട്? ഉണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡെൻഡ്രോബിയാണെന്ന് പറഞ്ഞു. എന്താ ഡെൻഡ്രോബിയം കൂടുതൽ ചെയ്യാനുള്ള കാര്യം? അതിനാണ് കൂടുതൽ പൂ കിട്ടാറുള്ളത്. പൂ വർഷത്തിൽ 6-7 കൊല പൂ കിട്ടും. പൂവുള്ള ചെടികളാണ് ആളുകൾക്ക് വാങ്ങാൻ താല്പര്യം. മറ്റേ വാൻഡയൊക്കെ ആകുമ്പോൾ വർഷത്തിൽ 2 കൊല പൂവൊക്കെ തരത്തുള്ളൂ. പക്ഷേ ക്വാളിറ്റി, പൂവിൻ്റെ ഭംഗിയിലും ക്വാളിറ്റിയൊക്കെ കൂടുതൽ ഇതിനകത്താണ്. അത് ഓർക്കിഡിൻ്റെ എല്ലാ വെറൈറ്റി പൂവിനും നല്ല ഭംഗിയാണ്. ഫെലനോപ്സിസ് ആണെങ്കിലും ഒന്നും മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് കൂടുതൽ ഡെൻഡ്രോബിയാണ് കൂടുതൽ നോക്കാനും അത് വളർത്താനും. പൂ കൂടുതൽ, മെയിനായിട്ട് പൂ കൂടുതൽ വരുന്നത് ഡെൻഡ്രോബിയത്തിനകത്ത് തന്നെയാണ്. ഈ ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു വില മറ്റുള്ള വാൻഡായൊക്കെ ഫെലനോപ്സിസിനെയൊക്കെ അപേക്ഷിച്ച് റീസണബിൾ പ്രൈസ് ആയിട്ട് തോന്നും. ആളുകൾക്ക് വാങ്ങിക്കാൻ പറ്റും, സാധാരണക്കാർക്കും വാങ്ങിക്കാവുന്ന ചെറിയ തൈകൾ തൊട്ട് ഡെൻഡ്രോബിയം ഉണ്ട്. ഇപ്പോൾ ഈ ഡെൻഡ്രോബിയാണ് ഇവിടെ കൂടുതൽ ഉള്ളതുകൊണ്ട് ഈ ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു പരിചരണ രീതി, അതിൻ്റെ തൈ നടുമ്പോൾ തുടങ്ങിയുള്ള ഒരു വളർത്തുന്ന രീതി ഒന്ന് പറയാമോ? തൈ ചട്ടിയിലാക്കി ഓടും കരിയും ഇട്ടാണ് നടുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ എൻ്റെ ഫ്രഷ് റൂട്ട് ആയി കഴിയുമ്പോൾ ഗ്രീൻ കെയറാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഗ്രീൻ കളറും ഉണ്ട്, യെല്ലോ കളറും ഉണ്ട്. ഗ്രീൻ കളറ് അത് ഗ്രോത്തിനുള്ളതാണ്. അത് 2 മാസത്തോളം അത് ഡോസ് കുറച്ച് കൂടുതൽ ദിവസം സ്പ്രേ ചെയ്യും.
2 മാസം കഴിഞ്ഞ് കുറച്ച് വളർച്ച എത്തിക്കഴിഞ്ഞ് അത് ഫ്ലവറിങ്ങിനുള്ള ഗ്രീൻ കെയറാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത് എത്ര നാൾ കഴിഞ്ഞാൽ ഇത് പൂവിടുന്നത്? നട്ട് കഴിഞ്ഞ് ചില ചെടികൾ 3 മാസം തൊട്ട് പൂക്കാൻ തുടങ്ങും. പക്ഷേ എല്ലാ ചെടികളും 3 മാസം കഴിയുമ്പോൾ പൂക്കണമെന്നില്ല. 4 മാസം 5 മാസം ആദ്യത്തെ പൂ 2 3 പൂവേ കാണത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ പൂ 6 പൂ 7 പൂ അങ്ങനെ 3 മാസം കഴിഞ്ഞാൽ വരുന്ന പൂ 3 പൂ കാണത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ പൂ വരെ എത്ര സമയം എടുക്കും? പിന്നെ ഒരു 2 മാസം. അത് നമ്മൾ നോക്കും. നമ്മൾ കൂടുതൽ ദിവസം ഡോസ് കുറച്ച് വളം സ്പ്രേ ചെയ്യണം. വളം അടിക്കാതെ വെള്ളം ഒഴിക്കാതെ ഇരുന്നാൽ അതിൻ്റെ വളർച്ചയും കുറയും, പൂടുന്ന സമയവും ലേറ്റ് ആവും. ഇതിന് വളവും വെള്ളവും ഒക്കെ കൊടുക്കുന്ന ആ ഒരു ക്രമം എങ്ങനെയാണ്? ഞാൻ രാവിലെയാണ് വളം കൊടുക്കാറുള്ളത്. വളം കൊടുക്കുന്ന ദിവസം രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയ്ക്കാണ് വളം സ്പ്രേ ചെയ്യാറുള്ളത്. പിന്നെ വെള്ളം വൈകിട്ട് 5 മണി സമയം 6 മണിക്ക് മുമ്പായിട്ട്. എന്ത് വളമാണ് ഇതിനിടുന്നത്? ഗ്രീൻ കെയർ മെയിനായിട്ട്. പിന്നെ പച്ചച്ചാണകത്തിൻ്റെ സ്ലറി ഒഴിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും 18 കൂടെ 3 ദിവസം പുളിപ്പിച്ച് വെച്ച് അത് കൂടുതൽ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യാറുണ്ട്. സാധാരണ ഓടുകൊണ്ട് നിർമ്മിച്ച ദ്വാരങ്ങളുള്ള ചട്ടിയിൽ കരിയും ഓടിൻ കഷ്ണങ്ങളും നിറച്ചാണ് ഓർക്കിഡുകൾ തൂക്കിയിട്ട് വളർത്തുന്നത്. എന്നാൽ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ ഭംഗിയുള്ള ചട്ടികളിലാണ് ഓർക്കിഡ് വളർത്തുന്നത്. ഇത്തരം ചട്ടികൾ ഇവിടെ വിൽപ്പനയ്ക്കും തയ്യാറാക്കിയിട്ടുണ്ട്. പൂവ് മാത്രമായി മുറിച്ചു വിൽക്കുന്ന പതിവ് ഇവിടെയില്ല. പൂവും ചെടിയും ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചട്ടിയിലൊക്കെ തന്നെ കണ്ടില്ലേ, ഈ തൂക്കിയിട്ടിരിക്കുന്ന ചട്ടിക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ. സാധാരണ നമ്മൾ ഓടിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ ഹോളൊക്കെ ഇട്ട് അങ്ങനത്തെ ചട്ടികളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഓർക്കിഡിന് അത് ആ ചട്ടി നല്ലതാണ്. ഇതിനെക്കാട്ടി വളരെ നല്ലതാണ് ആ ചട്ടി. പക്ഷേ ഇത് നമുക്ക് തൂക്കിയിടാനുള്ള സൗകര്യവും വെയിറ്റ് കുറവാണ്. മൺചട്ടി ഇത്രയും ഒക്കെ ഇടുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്, ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് മൺചട്ടിക്ക്. ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണോ ഇത് ഇത് ഇത്രയും ഇപ്പം ഏകദേശം 3000-ഓളം ഓർക്കിഡുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയും ചട്ടികൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാൻ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് തന്നെ എടുക്കുന്നത്. എനിക്ക് ഇതിൻ്റെ സെയിലുണ്ട് ഇവിടെ. ചട്ടി ചെടി വാങ്ങിക്കുന്നവർ ഒരു ചട്ടിക്ക് എന്താ വില നിങ്ങൾ സെയിൽ ചെയ്യുന്നത്? ഞാൻ സെയിൽ 30 രൂപ ഒരു ചട്ടി മാത്രമായിട്ട്. അപ്പോൾ ചട്ടി മാത്രമായിട്ട് ഇവിടെ വിൽക്കുന്നു. ചെടി വാങ്ങിക്കുന്നവർ ചട്ടി വാങ്ങാറുണ്ട്. പിന്നെ ചട്ടി ആവശ്യമുള്ളവർ ചട്ടി വാങ്ങാറുണ്ട്. അപ്പോൾ ഈ ഒരു തൈ ഇതിനകത്ത് എങ്ങനെയാണ് നടുന്നത്? ഈ ചട്ടിക്കകത്ത് ഇത് പിന്നെ തൈ വെച്ച് ഈ ഓട് കഷ്ണവും കരിയും ഇച്ചിരി കൊക്കോ ചിപ്പും കൂടി ഇത് കരി പിന്നെ ഓട് പൊട്ടിച്ചത്, പഴയ ഓട് പൊട്ടിച്ചിടും. പിന്നെ ഈ കൊക്കോ ചിപ്പ് വാങ്ങിക്കാൻ കിട്ടും മാർക്കറ്റിൽ. ഇത് ഇത്രയും മേളിലായതുകൊണ്ട് നല്ല പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോഴാണ് ഡ്രൈ ആകുന്നത് കൊണ്ട് ഇത് കുറച്ച് കൊക്കോ ചിപ്പ് ഇടുമ്പോൾ കൂടുതൽ നേരം ഈർപ്പം നിൽക്കും. സാധാരണ കൊക്കോ ചിപ്പാണോ ഈ ഈർപ്പം നിൽക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്നത്? ഈ ഓടിലും കരിയിലും നിൽക്കുന്ന കൂടാതെ ഇത് മഴ സമയത്ത് നിങ്ങൾ ഇത് ഇടുമോ? ഇല്ല, മഴ സമയത്ത് ഇതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പം വെയിലായതുകൊണ്ടും ഇത് എത്രയും ടോപ്പിലായതുകൊണ്ടാണ് ഞാനിത് ഈ കൊക്കോ ചിപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും? ഇതും വളം വാങ്ങിക്കുന്ന മാർക്കറ്റിൽ സിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ മഴ തുടങ്ങുന്ന സമയത്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഇടുന്നത് ഈ ചെടിയിൽ? മഴ തുടങ്ങുന്ന സമയത്ത് കഴിവതും ഇതെടുത്ത് മാറ്റാമെങ്കിൽ അത്രയും നല്ലത്. കാരണം കണ്ടിന്യൂസ് മഴ നിൽക്കുമ്പോൾ ഈ ഓടും കരിയും മതി. അപ്പോൾ മറ്റേ ഇത് കിടന്നങ്ങ് നിങ്ങൾ ഇതെല്ലാം മാറ്റിയിടും? മഴ സമയം. ഈ പൂക്കുന്നത് മഴ സമയത്താണോ കൂടുതൽ, അതോ മഴ അങ്ങോട്ട് 2 മാസമൊക്കെ മഴ 3 മാസം മഴ കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് ഇട ദിവസങ്ങളിൽ വളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇട ദിവസങ്ങളിൽ മഴയില്ലാത്ത ദിവസം. പൂക്കൾ കൂടുതൽ കിട്ടുന്നത് സീസൺ എപ്പോഴാണ്? മഴ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. മഴ നിന്ന് കഴിയുന്ന സമയമാണ് മുട്ട്. കാരണം അതിൻ്റെ ഇട ദിവസങ്ങളിൽ നമ്മൾ വളവും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് മുട്ട് വരും. അപ്പോൾ ഇത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലെല്ലാം പൂവുള്ള സമയമാണ്, കൂടുതൽ പൂക്കളുള്ള സമയമാണ്. അപ്പോൾ ഈ ഡെൻഡ്രോബിയം കൂടാതെ ഉള്ളത് ഏതൊക്കെയാണ്? ഫെല്ലോപ്സിസ് ഉണ്ട്, വാൻഡ ഉണ്ട്, മുക്കാറയുണ്ട്. അപ്പോൾ ഇവിടെ ഫെല്ലോപ്സിസ് ഉണ്ട് ഇതിനകത്ത്. ഈ കൂട്ടത്തിൽ ഫെല്ലോപ്സിസ് താഴെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതിൻ്റെ പ്രത്യേകത കുറച്ചുകൂടെ നോക്കാൻ മഴവെള്ളം വീഴരുത്, വെയിൽ തട്ടരുത്, പിന്നെ വെള്ളം കൂടുതൽ ഒഴിക്കരുത്, കുറച്ച് വളം മതി. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂ വിരിഞ്ഞാൽ ഡെൻഡ്രോബിയത്തിനെക്കാട്ടി കൂടുതൽ ദിവസം നിൽക്കും. ഡെൻഡ്രോബിയത്തിനെക്കാട്ടി ഭംഗിയുള്ള പൂക്കളാണ്. എല്ലാവരും ഇപ്പം എനിക്ക് തോന്നുന്നു ഡെൻഡ്രോബിയത്തിനെക്കാട്ടി കൂടുതൽ കസ്റ്റമേഴ്സ് ഫെല്ലോപ്സിസിനെ
ഇഷ്ടം തോന്നുന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടോ ഫെലോപ്സിസ് കൂടുതലായിട്ട് ഇറക്കി വെക്കുന്നത്? എങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണ് കൂടുതൽ? എന്തിനു വേണ്ടിയാണ് ഇത്? കൂടുതലും വീട്ടുകാർ ഇഷ്ടം തോന്നുന്നു. കൂടുതലും പ്രായമായ ജോലി കഴിഞ്ഞവരൊക്കെയാണ് ഇതിനോട് താല്പര്യം, ചെടിയോടും പൂവിനോടും താല്പര്യമുള്ള ജോലി കഴിഞ്ഞവരാണ് ഇത് വളർത്താൻ തന്നെയാണ് വാങ്ങുന്നത് അല്ലേ? കൂടുതലും വാങ്ങുന്നത് അങ്ങനെ. പിന്നെ എൻ്റെ നേഴ്സറിക്കാരും തൈകൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ? വിൽക്കുന്നുണ്ട്. ഇവിടെ തൈ ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടാണ്? അല്ലല്ല, വെളിയിൽ നിന്ന് വരുന്ന തൈകളാണ്. തായ്ലൻഡിൽ നിന്ന് വരുന്ന തൈകളാണ്. തായ്ലൻഡിൽ നിന്ന് നേരിട്ട് വേറെ ഏജൻസി വഴിയാണോ വരുന്നത്? അപ്പോൾ നിങ്ങൾ നേരിട്ട് വരുത്താണോ? ഏജൻസി വഴി. അപ്പോൾ അത് ഇവിടെ എത്തിക്കും. അപ്പോൾ അത് ഇവിടെ നിന്ന് നമ്മൾ പിന്നെ റീറ്റെയിലായിട്ട് വിൽക്കും. അത് കൂടുതലായിട്ട് പോകുന്നുണ്ട്. ജെസ്സിയുടെ വീട് കണ്ടാൽ ഇത് ചെടി വളർത്താൻ വേണ്ടി മാത്രം നിർമ്മിച്ചതാണോ എന്ന് തോന്നും. ഓർക്കിഡുകൾ വളർത്താൻ അത്ര അനുയോജ്യമായ രീതിയിലാണ് 5 സെന്റിലെ ഈ വീട് പണിതിരിക്കുന്നത്. ധാരാളം ആളുകൾ ഇവിടെ ചെടി വാങ്ങാൻ വരാറുണ്ട്. റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന പ്രായമുള്ള ദമ്പതിമാരാണ് കൂടുതലും പൂക്കളോട് താല്പര്യം കാണിക്കുന്നതെന്ന് ജെസ്സി പറയുന്നു. അപ്പോൾ ഇനി ഈ ഒരു ഓർക്കിഡ് കൃഷി കുറച്ചുകൂടെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്? കുറച്ച് സ്ഥലവും അടുത്തെവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങണം എന്ന് താല്പര്യമുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വിപുലീകരിക്കണമെന്ന് ഈ റോഡ് സൈഡിൽ. അപ്പോൾ ഈ വീട് പുറത്തുനിന്ന് കാണുമ്പോൾ മുഴുവൻ ഓർക്കിഡ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ് കാണുന്നത്. അപ്പോൾ ഈ വീട് ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്ത പോലെ കാണാൻ പറ്റും. അത് ഞങ്ങൾ ചെയ്ത വീടല്ല. ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ട് വാടകയ്ക്കകത്തുനിന്ന് ഒരു സ്വന്തം വീട് വേണമെന്ന് ആഗ്രഹിച്ചപ്പം ആദ്യം കണ്ട വീടാണ്. അത് തന്നെ ഞാൻ വാങ്ങി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ടെറസും കാര്യങ്ങളും കണ്ടപ്പോഴാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. എനിക്ക് ഈ ചെടിയോടുള്ള ഇഷ്ടം കൊണ്ട് ദൈവമായിട്ട് എനിക്ക് നിർമ്മിച്ച് തന്ന വീടെന്നുള്ള പലരും പറഞ്ഞു, എൻ്റെ ബന്ധുക്കളെല്ലാം റിലേറ്റീവ്സ് പറഞ്ഞു ഇത്രയും ഉള്ളിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കിത് വേണം എന്നുള്ള ആഗ്രഹത്തോട് തന്നെ വാങ്ങിച്ച വീടായത്. ഈ തട്ടും ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ ആരാ ചെയ്തത്? ഇത് സ്വന്തം ചെയ്തതാണോ? ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞൊരു വെൽഡ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളിയെ വിളിച്ച് പുള്ളിയുടെ പ്ലാനും ഞാനും പല വീടുകളിലൊക്കെ പോയി കണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്ത് കൂടുതൽ ചെടി ഇടത്തക്ക രീതി ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഞാനും പല വീടുകളിലൊക്കെ പോയി കണ്ട് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് ഓർക്കിഡ് കൂടാതെ ബൊഗൈൻവില്ല ഉണ്ടെന്ന് പറഞ്ഞു. എത്ര ഇനം? എനിക്ക് 25-ന് മുകളിൽ ഇനം ബൊഗൈൻവില്ലയുണ്ട്. എല്ലാം ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഓറഞ്ച്, റോസ്, വൈറ്റ്, പിങ്ക്, ഒത്തിരി കളേഴ്സ് ഉണ്ട്. വയലറ്റ് തന്നെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. കളേഴ്സിലാണോ 25? കളേഴ്സ് അതിൻ്റെ ലീഫിൻ്റെ വെറൈറ്റി വ്യത്യാസമുള്ളതുണ്ട്. പിന്നെ ബഞ്ചായിട്ടുള്ള പൂവുണ്ട്, സിംഗിൾ പൂക്കളുണ്ട്. ഈ ബൊഗൈൻവില്ലാസിനും ഉണ്ടോ സെയിൽ വല്ലതും നടക്കും? സെയിലുണ്ട്. അത് മദർ പ്ലാന്റ് മാത്രമേ ഞാൻ വിൽക്കുന്നത്, അല്ലാതെ ചെറിയ പ്ലാന്റ് ആക്കി കൊടുക്കുന്നില്ല. അതിനുള്ള സ്പേസ് ഇല്ല, നമുക്ക് 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിൽക്കുന്നത് ഇവിടെ ആളുകൾ ഇവിടെ തന്നെ ഇവിടെ വന്ന് തന്നെയാണ് കൂടുതൽ വാങ്ങിക്കുന്നത്. പിന്നെ എനിക്ക് ബൾക്ക് ഓർഡർ കിട്ടുമ്പോഴേ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട്, കാറിൽ തന്നെ കൊണ്ടു കൊടുക്കാറുണ്ട്. ഓർക്കിഡ് ആയാലും ബൊഗൈൻവില്ല ആയാലും? ഇല്ല, ബൊഗൈൻവില്ല ഇല്ല, ഓർക്കിഡിൻ്റെ. ഒരു ഡെൻഡ്രോബി ആകുമ്പോൾ ഒരു ചട്ടി എന്ത് വിലയ്ക്കാണ്? പൂവുള്ള ചെടി എന്ത് വിലയ്ക്കാണ് വിൽക്കുന്നത്? ഞാൻ 250 മുതൽ 275, 300 വലിയ പ്ലാന്റ്. പിന്നെ റെയർ വെറൈറ്റീസ് ഉണ്ട്, 500 രൂപയുടെയൊക്കെ റെയർ വെറൈറ്റീസ് ഉണ്ട്. അത് നിൽക്കുന്ന പൂക്കളുടെ എണ്ണം അനുസരിച്ചാണോ വില കൂടുന്നത്? അല്ല, നമ്മൾ ചെടിയുടെ ആ ഹെൽത്തി പ്ലാന്റ് നമ്മൾ എത്ര നാൾ അതിന് വേണ്ടി നോക്കി, അത് നമുക്കുണ്ടാകുന്ന ചെലവ് അതെല്ലാം ഒരു കണക്ക് നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യൂലേ? അപ്പോൾ ഡെൻഡ്രോബി ഒരെണ്ണം 250 തൊട്ട് 750 വരെ വാങ്ങാം. ബാക്കി വെറൈറ്റീസ് ഫെലോപ്സിസ് ഒക്കെ 450-500 റേഞ്ചിലാണ് വിൽക്കുന്നത്. ബാസ്ക്കറ്റ് വാൻഡ 500 തൊട്ട് മേളോട്ടുണ്ട്, 700-800. അപ്പോൾ ഇതിൻ്റെ ഒരു വിപണനത്തിലൂടെ നല്ല ലാഭം കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ആഗ്രഹിച്ചതിലുപരിയായിട്ട് എനിക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യവും അടുക്കളയിലെ കാര്യവും വീട്ടുകാരും എല്ലാം നോക്കിയിട്ട് അതിൻ്റെ കൂടി ഇതെനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. എത്ര കുട്ടികളാണ്? 3 മക്കളുണ്ട് എനിക്ക്. അപ്പോൾ ഇവരുടെ ഒരു സഹായം കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ സഹായം എനിക്ക് ഉണ്ട്. അവർ വളരെയധികം ഇതിനു വേണ്ടി എൻ്റെ ആഗ്രഹത്തിന് ഒപ്പം അവർ നിൽക്കുന്നുണ്ട്. കാരണം എവിടെ പോയാലും എൻ്റെ മോന് പ്രത്യേകിച്ച് മോനാണ് എനിക്ക് എൻ്റെ കൂടെ എല്ലാം. എവിടെ നേഴ്സറി ഉണ്ടോ, എവിടെ പോകണോ, അവന് കൂടെ ഡ്രൈവ് ചെയ്ത് ചെടി കൊടുക്കാനാണെങ്കിലും ഞങ്ങൾ കൊല്ലം, കായംകുളം ദൂര സ്ഥലങ്ങളിൽ പോകുമ്പോൾ മോന് ഞാനും കൂടെ ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. അവൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കൂടെ നിൽക്കുന്നത്, അതെനിക്ക് പറയാതിരിക്കാൻ കിട്ടും. ഇളയമോളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? ഇളയമോളാണ്.
അപ്പോൾ ഇവരെല്ലാവരും ഇതിനകത്ത് സഹായിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. പുറത്തുനിന്ന് വേറെ ആരെങ്കിലും സഹായം ഉണ്ടോ ഇത് ചെയ്യാനോ, വേറെ ഇതിവിടെ വളർത്തുന്നതിനോ പരിചരിക്കുന്നതിനോ ഒക്കെ? ഇല്ല, പുറത്തുനിന്ന് എൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട്, എൻ്റെ പള്ളിയിൽ തന്നെ ഉള്ളൊരു കുട്ടി എന്നെ സഹായിക്കാൻ വരുന്നുണ്ട് ഇപ്പോൾ ഈ ഇടയായിട്ട്. നേരത്തെ ഞാനും മക്കളും തന്നെ ആയിരുന്നു. ഒരു വീട്ടമ്മയാണ് ജെസ്സി. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയതിന് ശേഷം ഇത്രയും ഭംഗിയായിട്ട് ഈ ഓർക്കിഡ് കൃഷി ചെയ്യാൻ എങ്ങനെ പറ്റുന്നു? അത് എൻ്റെ ആഗ്രഹമാണ്, മനസ്സിൻ്റെ ആ താല്പര്യമാണ് കൂടുതലും. താല്പര്യപ്പെട്ട് മാത്രം ചെയ്തു തുടങ്ങിയത് ഇപ്പോൾ സാമ്പത്തികമായിട്ട് എങ്ങനെ? നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിച്ചതിലൊക്കെ ഉപരിയായിട്ട് നല്ല രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കൃഷിഭവനിൽ നിന്നും 3500 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. അത് ഈ കൃഷിയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിച്ചെന്ന് ജെസ്സി പറയുന്നു. സമീപഭാവിയിൽ ഭർത്താവിനോടൊപ്പം തായ്ലൻഡിൽ പോയി നേരിട്ട് തന്നെ ഓർക്കിഡുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ജെസ്സി തന്റെ പുഷ്പകൃഷി കൂടുതൽ സ്ഥലത്ത് വ്യാപിപ്പിച്ച് വിപുലീകരിക്കാനും പദ്ധതിയിടുന്നുണ്ട്. കൃഷിഭവനിൽ എന്തെങ്കിലും സഹായമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, 1000 ചെടി ആദ്യം വളർത്തിയപ്പോൾ ഞാൻ കൃഷിഭവനിൽ പോയി, ആശ മാഡം ആയിരുന്നു, അവിടെ പോയി പറഞ്ഞ് മാഡം വന്ന് നോക്കി. അങ്ങനെ എനിക്ക് 35,000 രൂപ സബ്സിഡി കിട്ടി തുടങ്ങത്തിൽ. സാമ്പത്തികമായിട്ട് എനിക്ക് അങ്ങനെ കിട്ടി. പിന്നെ ഹസ്ബൻഡ് കുറച്ച് പൈസ അയച്ചു. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ് ഇത് ചെയ്യുന്നതിന്, ഒരു എതിരുമില്ല. ഇതിൻ്റെ വാട്ടറിങ് ഒക്കെ എങ്ങനെ? ഞാൻ ഓസ് വഴി തന്നെ അടിക്കുകയാണ്. കാരണം അല്ലാതെ അപ്പോൾ 5 സെൻറ്റല്ലേ ഉള്ളൂ, അടുത്ത വീടുകളിലോട്ട് അല്ലാതെ കണക്ട് ചെയ്താൽ ശരിയാവത്തില്ല. ഓസ് തന്നെ കൈകൊണ്ട് വെച്ചടിക്കുകയാണ്. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക്. ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ടില്ല. അതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ഓരോ ചെടിയിലും നോക്കി വെള്ളം അടിക്കുന്നതായിരിക്കും എല്ലാ ചെടിക്കും കിട്ടുന്നത്, വെള്ളം കിട്ടുന്നത്. ഇനി തുടർന്ന് പിന്നെ കൃഷിഭവനിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പൊ ഇത്രയും കൂടുതലല്ലേ, 3000-ഓളം ആയില്ലേ? ഇനിയും കുറച്ചും കൂടെ വിപുലപ്പെടുത്താൻ താല്പര്യപ്പെടുന്നുണ്ടല്ലോ? തീർച്ചയായിട്ടും. ഹസ്ബൻഡ് ബിസിനസ് കഴിഞ്ഞ് ഇനി ഡിസംബറിൽ വരികയാണ്. അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ സപ്പോർട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ തീരുമാനമായില്ല. ഞങ്ങൾ തായ്ലൻഡിലൊക്കെ പോകുന്നുണ്ട്, വിസിറ്റിങ്ങിന് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ഒന്നും ഞാനായിട്ടൊന്നും തീരുമാനിച്ച് വെച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ചുകൂടെ ഉയരങ്ങളിലോട്ട് പോകണമെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട്. അപ്പോൾ ഇപ്പം ഒരുപാട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടാവും. അങ്ങനെ താല്പര്യം മനസ്സിൽ തോന്നുന്നവരോട് ജെസ്സിക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിലൊരു ഹാർഡ് വർക്കാണ്. സ്വയമായിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോഴും കുറേ ജോലിക്കാരെ ഇരുത്തിയ നമ്മൾ മേൽനോട്ടം മാത്രം നയിച്ച് അങ്ങനെ ഒരു ബിസിനസ്സും എനിക്ക് തോന്നുന്നില്ല വിജയിക്കുമെന്ന്. എപ്പോഴും നമ്മുടെ ഹാർഡ് വർക്ക് എപ്പോഴും നമ്മൾ അതിനകത്ത് മാക്സിമം. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തെ പോലെ ഇത് ബാധിച്ചിട്ടുണ്ടാകും പലപ്പോഴും. അതുപോലെ ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് വിജയം. സാമ്പത്തികമായിട്ടുള്ള ആ ഒരു വിജയം എങ്ങനെ? സാമ്പത്തികമായിട്ട് നല്ല വിജയമുണ്ട്. പ്രതീക്ഷിക്കുന്നതിനപ്പുറം വിജയം. ഞാൻ കണക്ക് ഇല്ല. ഞാൻ ആഗ്രഹിച്ചതിലൊക്കെ, ഞാൻ ആഗ്രഹിച്ചത് ഒന്നും അല്ലായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് സാമ്പത്തികമായിട്ടും ഉണ്ട്, ഒരു മാനസികമായിട്ടും സന്തോഷമുണ്ട്. എപ്പോഴും എൻഗേജ്ഡ് ആണ്. വേറൊരു കാര്യത്തിൽ നമ്മൾ ഓർക്കാൻ പോലും സമയമില്ല, നമുക്ക് ബിസിയാണ്. ഇത്തരം കൃഷികൾക്ക് വിപണി ലഭിക്കുമോ എന്ന് പലരും സംശയിക്കുമ്പോൾ ഏറെ ലാഭകരമായി ഒറ്റയ്ക്ക് പുഷ്പകൃഷി നടത്തുന്ന ജെസ്സിയുടെ അനുഭവം അവർക്കൊരു മാർഗദർശകമാകട്ടെ. വീട്ടിൽ ഒഴിവു സമയം ഏറെയുള്ള വീട്ടമ്മമാർക്ക് ഈ കൃഷിരീതി ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. പൂക്കളെ സ്നേഹിച്ചും ലാളിച്ചും ജീവിത അവസാനം വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വീട്ടമ്മയാണ് ജെസ്സി എന്ന് നമുക്ക് മനസ്സിലായല്ലോ. പൂക്കൃഷിയിലൂടെ ജെസ്സിക്ക് സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വരുമാനവും നേടാൻ സാധിക്കുന്നു. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 10 പശുക്കളോട് കൂടിയ ഫാമിന് 1.5 ലക്ഷം രൂപ സബ്സിഡി. തരിശുരഹിത പഞ്ചായത്തുകൾക്ക് അവാർഡ്. നഴ്സറികൾക്ക് കൃഷിവകുപ്പ് അംഗീകാരം നൽകും. വാർത്തകൾ വിശദമായി. മിൽക്ക് ഷെഡ് പദ്ധതി പ്രകാരം ക്ഷീരവകുപ്പ് ഡയറി ഫാം തുടങ്ങുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നു. കറവയന്ത്രം, സ്പ്രിംഗ്ലർ, റബ്ബർ മാറ്റ്, ഫാൻ, സ്ലറി പമ്പ്, ബയോഗ്യാസ് പ്ലാന്റ്, എയർ കംപ്രസർ, ക്രീം സെപ്പറേറ്റർ തുടങ്ങിയവയ്ക്കാണ് ധനസഹായം നൽകുന്നത്. കൂടാതെ
2 പശുക്കൾ അടങ്ങിയ യൂണിറ്റിന് 30,000 രൂപയും 5 പശുക്കൾ അടങ്ങുന്ന യൂണിറ്റിന് 80,000 രൂപയും 10 പശുക്കൾ അടങ്ങിയ യൂണിറ്റിന് 1,50,000 രൂപയും സബ്സിഡി നൽകും. കറവ യന്ത്രത്തിന് പരമാവധി 22,500 രൂപ വരെ സബ്സിഡി ലഭിക്കും. ഡയറി ഫാം ആരംഭിക്കാൻ താൽപ്പര്യമുള്ള കർഷകർ ജില്ലാ ക്ഷീരവികസന ഓഫീസുമായി ബന്ധപ്പെടണം. തരിശുനിലങ്ങൾ വിളനിലങ്ങളാക്കി നെല്ലുൽപാദനം പരമാവധി വർദ്ധിപ്പിക്കാൻ തരിശുനില കൃഷി പദ്ധതി നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായി തരിശുരഹിത പഞ്ചായത്തുകൾക്ക് കൃഷിവകുപ്പ് പുരസ്കാരം നൽകും. 2012, 13, 2013, 14 കാലയളവിൽ ഏറ്റവും കൂടുതൽ തരിശുനിലം കൃഷിയോഗ്യമാക്കിയ 3 പഞ്ചായത്തുകൾക്ക് അവാർഡ് നൽകും. 1ാം സമ്മാനം 10 ലക്ഷം രൂപയും 2ാം സമ്മാനം 5 ലക്ഷം രൂപയും 3ാം സമ്മാനം 3 ലക്ഷം രൂപയുമാണ് അവാർഡ് തുക. ഇതിനുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട കൃഷിഭവനുകൾ മുഖേന അതാത് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർമാർക്ക് 2013 ഡിസംബർ 31 മുൻപ് സമർപ്പിക്കണം. വിശദാംശങ്ങൾ എല്ലാ കൃഷിഭവനുകളിലും ലഭ്യമാണ്. കൃഷിവകുപ്പിന്റെ കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്ററിൽ അത്യുത്പാദന ശേഷിയുള്ള കപ്പവാഴ, ഉദയം, അമൃത നഗർ, കാലിബോ, ഗ്രാൻഡ് 9 എന്നീ ഇനം വാഴകളുടെ ടിഷ്യൂ കൾച്ചർ തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഫോൺ നമ്പർ 0471 2413 739. അലങ്കാര ചെടികളുടെയും ഫലവൃക്ഷ തൈകളുടെയും പുതിയ നഴ്സറികൾക്ക് കൃഷിവകുപ്പിന്റെ അംഗീകാരം ലഭിക്കാൻ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച ചലാൻ സഹിതം അപേക്ഷ കൃഷിഭവനിൽ സമർപ്പിക്കണം. തൊഴിൽ രഹിതരായ യുവതി-യുവാക്കൾ നടത്തുന്ന നഴ്സറികൾക്ക് മുൻഗണന ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഇമെയിൽ അഡ്രസ് nhbtvm@gmail.com. തിരുവനന്തപുരം ബാലരാമപുരത്തിന് സമീപം കട്ടച്ചാൽ കുഴിയിൽ പ്രവർത്തിക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ നാളികേര ഗവേഷണ കേന്ദ്രത്തിൽ സങ്കര ഇനം തെങ്ങിൻ തൈകളുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് കൃത്രിമ പരാഗണം നടത്തുന്നതിൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ തെങ്ങുകയറ്റത്തിൽ പ്രാവീണ്യമുള്ള യുവാക്കളായിരിക്കണം. ഡിസംബർ 2, 3 തീയതികളിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ നവംബർ 28 മുൻപായി ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0471 2400 മൊബൈൽ നമ്പർ 944 628 3898. പത്തനംതിട്ട നിരണം താറാവ് വളർത്തൽ ഫാമിൽ ഭക്ഷണാവശ്യത്തിനുള്ള താറാവിൻ മുട്ട ലഭ്യമാണ്. കൂടാതെ കൃഷിക്കാവശ്യമായ താറാവിൻ വളവും ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന നമ്പർ 0469 2711 898. കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല കൃഷിഭവനിൽ കുരുമുളക് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം കുരുമുളക് വള്ളികൾ സൗജന്യമായി നൽകും. കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണം. കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിസംബർ 13 തീയതി പുതിയ റബ്ബർ നടീൽ ഇനങ്ങളെക്കുറിച്ച് പരിശീലനം നൽകുന്നു. പരിശീലന ഫീസ് 400 രൂപ. ഡയറക്ടർ ട്രെയിനിംഗ് റബ്ബർ ബോർഡ് എന്ന പേരിൽ കോട്ടയത്ത് മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റായോ മണി ഓർഡറായോ ഫീസ് അയക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന നമ്പറുകൾ 0481 2351 313. മറ്റൊരു നമ്പർ 0481 2353 127. കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷന്റെ പേട്ടയിലുള്ള മാംസ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ഇറച്ചിക്ക് ആവശ്യമായ കാട, മുയൽ, താറാവ് എന്നിവ നൽകാൻ താൽപ്പര്യമുള്ള കർഷകർ ഈ മാസം 29 മുൻപ് പൗൾട്രി വികസന കോർപ്പറേഷനുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 960518 0009. മറ്റൊരു നമ്പർ 904892 4950. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടുകാൽ കൃഷിഭവനിൽ നിന്നും ശീതകാല പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു വരുന്നു.
പച്ചക്കറി തൈകൾ ആവശ്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണം. ലോക മണ്ണ് ദിനാചരണത്തിന്റെ ഭാഗമായി മണ്ണു പര്യവേക്ഷണ സംരക്ഷണ വകുപ്പ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും ഭക്ഷ്യസുരക്ഷയും സമഗ്ര മണ്ണു പരിപാലനത്തിന്റെ പ്രസക്തി എന്നതാണ് വിഷയം. 4 ഫുൾ സ്കാപ്പ് പേജിൽ കവിയാതെയുള്ള ഉപന്യാസങ്ങൾ പ്രിൻസിപ്പൽമാരുടെ സാക്ഷ്യപത്രത്തോടൊപ്പം നവംബർ 28 മുൻപ് കിട്ടിയിരിക്കണം. ഉപന്യാസങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആകാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0471233989. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 കിൻഡലിന് 15,350 രൂപ, റബ്ബർ RSS 5 14,450 രൂപ, വെളിച്ചെണ്ണ 11,000 രൂപ, കൊപ്ര കിൻഡലിന് 8,200 രൂപ, കുരുമുളക് 51,700 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 325 രൂപ, തൊണ്ടില്ലാതെ കിലോയ്ക്ക് 575 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് കിൻഡലിന് 51,700 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് 49,700 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ. ചേട്ടൻ കുരുമുളക് കിൻഡലിന് 50,000 രൂപ, വയനാടൻ കുരുമുളക് 50,500 രൂപ, കൊപ്ര വിപണി കിൻഡലിന് കോഴിക്കോട് 8,000 രൂപ, തളിപ്പറമ്പ് 7,200 രൂപ, കാസർഗോഡ് 7,400 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.3, 23.1. കൊച്ചി 31.6, 21.4. ആലപ്പുഴ 31.6, 22. പുനലൂർ 33.5, 23. തിരുവനന്തപുരം 32.5, 23.4 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഇതാ വേറെന്തെങ്കിലും?